തൃശൂർ കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗ് മൂന്നാം ഘട്ടം പൂർത്തിയായി. കൊക്കാല മുതൽ വെളിയന്നൂർ ജംഗ്ഷൻ വരെയുള്ള ഭാഗം വെള്ളിയാഴ്ച ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതിക്ക് സ്വീകരണം നൽകാൻ ക്ഷേത്രപരിസരം വിട്ടു നൽകാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ പാർക്കിംഗിനെത്തിയ വാഹനങ്ങൾ തടഞ്ഞ് വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകർ. ആനന്ദവന സ്വാമിയുടെ സ്വീകരണത്തിന് വേദി നിഷേധിച്ചിട്ടില്ലെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ്. രാമവർമ്മ അപ്പൻ തമ്പുരാനോടുള്ള സാംസ്കാരിക കേരളത്തിന്റെ അവഗണന തുടരുന്നു. അപ്പൻ തമ്പുരാന്റെ സ്മൃതി കുടീരം കോമ്പൌണ്ടിനുള്ളിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നത് പരിഗണനയിലെന്ന് കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ. വടക്കാഞ്ചേരിയിൽ അസുഖബാധിതയായ വയോധികയെ മക്കൾ ഉപേക്ഷിച്ച സംഭവം മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് കമ്മീഷന്റെ നിർദ്ദേശം. ചേലക്കര അന്തിമഹാകാളങ്കാവ് വേല വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി. 5 ദേശ കമ്മിറ്റികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇറിഡിയം തട്ടിപ്പിൽ ഇരകളായി പ്രവാസികളും. മുഖ്യപ്രതി ഹരിസ്വാമി പ്രവർത്തിച്ചത് സാമൂഹ്യ പ്രവർത്തകനെന്ന വ്യാജേന. പുലിഭീതി നിലനിൽക്കുന്ന കൊരട്ടി ചിറങ്ങര മംഗലശ്ശേരിയിൽ വനം വകുപ്പ് കെണിക്കൂട് സ്ഥാപിച്ചു. കോടശ്ശേരി 2 കൈ ബാരംകുഴിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി. നമസ്കാരം. വാർത്തകൾ വിശദമായി. കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗ് 3 ഘട്ടവും പൂർത്തീകരിച്ച് കൊക്കാല മുതൽ വെളിയന്നൂർ ജംഗ്ഷൻ വരെയുള്ള ഭാഗം വെള്ളിയാഴ്ച രാവിലെ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. തൃശൂർ കോർപ്പറേഷൻ സംസ്ഥാന സർക്കാർ കോൺക്രീറ്റിംഗ് റോഡിനെ മാതൃകയാക്കി കൂർക്കഞ്ചേരി മുതൽ കുറുപ്പം റോഡ് സ്വരാജ് റൌണ്ട് വരെ 10 കോടി രൂപ ചെലവിൽ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. സമയബന്ധിതമായി 2 ഘട്ടവും 3-ാം ഘട്ടത്തിന്റെ ഒരു ഭാഗവും പൂർത്തീകരിച്ച് കൂർക്കഞ്ചേരി മുതൽ കൊക്കാല വരെയുള്ള ഭാഗം നേരത്തെ ഗതാഗതം പുനരാരംഭിച്ചിരുന്നു. കരാർ കാലയളവിനുള്ളിൽ കോൺക്രീറ്റിംഗ് നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന സംസ്ഥാനത്തെ മാതൃകാപരമായ പദ്ധതിയാണ് ഇതെന്ന് മേയർ പറഞ്ഞു. തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ പാർക്കിംഗിനെത്തിയ വാഹനങ്ങൾ തടഞ്ഞ് വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രതിഷേധം. മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതിക്ക് സ്വീകരണം നൽകാൻ ക്ഷേത്രപരിസരം വിട്ടു നൽകാത്തതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. രാവിലെ 11 മണിക്ക് ശേഷം വടക്കുനാഥ ക്ഷേത്ര മൈതാനം അടച്ചിടണമെന്നിരിക്കെ അനധികൃതമായാണ് പാർക്കിംഗ് അനുവദിക്കുന്നതെന്നും 10ഉം 50ഉം അടക്കം വൻ തുക ഇതിന്റെ പേരിൽ പിരിക്കുന്നതായും ഇവർ ആരോപിച്ചു. പാർക്കിംഗ് ഫീസ് പിരിക്കാൻ ചുമതലപ്പെടുത്തിയ ജീവനക്കാരനെ കയ്യേറ്റം ചെയ്യാനും ശ്രമം നടന്നു. വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് മോഹൻ മേനോൻ, സെക്രട്ടറി S ഹരി, വിശ്വഹിന്ദു പരിഷത്ത് ബംഗ്രംഗദൾ ബലോപാസനം പ്രമുഖ MR ഉണ്ണികൃഷ്ണൻ, പ്രകാശ് കക്കാട്ട് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വടക്കുനാഥ ക്ഷേത്ര മൈതാനത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ അനധികൃത പാർക്കിംഗ് അനുവദിക്കുന്നതിനാൽ അനാശാസ്യ പ്രവർത്തനങ്ങളും ലഹരി കച്ചവടവും ലഹരി ഉപയോഗവും നടക്കുന്നതായും ഇവർ ആരോപിച്ചു. കോടതി വിധി ലംഘിച്ച് അനധികൃത നിർമ്മാണം നടക്കുകയാണെന്നും ഇവർ പറഞ്ഞു. ഈ ക്ഷേത്ര മൈതാനത്ത് അനധികൃതമായിട്ട് പാർക്കിംഗ്, അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അനധികൃതമായിട്ട് വാടകയ്ക്ക് കൊടുക്കൽ, ഇങ്ങനെയുള്ള പല പല സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഒരു അനുമതിയില്ലാതെയാണ് ഇവരിതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെതിരെ പലതരത്തിലും പലപ്പോഴായിട്ട് കോടതിയിൽ പോയിട്ട്, ഹൈക്കോടതിയിൽ പോയിട്ട് ഇതിനെതിരെ പല വിധികളും സമ്പാദിച്ചിട്ടുള്ളതാണ്, കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ചിട്ടുള്ളതാണ്. ഇത്തരത്തിലിവിടെ യാതൊരു പരിപാടി അനുവദിക്കാൻ പാടില്ല. ശരിക്കും 11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്തരെല്ലാവരും പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഈ മുന്നിലുള്ള ഈ നടയിൽ ചങ്ങലയിട്ട് പൂട്ടണം എന്നുള്ള നിയമങ്ങളാണ്. പക്ഷെ അതിനുശേഷം ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരെയും വിളിച്ച് ഇവിടെ ക്ഷേത്ര മൈതാനിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഉള്ളിൽ മയക്കുമരുന്ന് കച്ചവടങ്ങൾ, പോലീസിനോ ഇവിടുത്തെ ദേവസ്വം ബോർഡിനോ ഇത് ഇടപെടാൻ സാധിക്കുന്നില്ല. കാരണം അത്രയും ഭയാനകമാണ് ഇവിടുത്തെ അവസ്ഥ. രാത്രി 9 മണിക്ക് ശേഷം വാഹനങ്ങൾ പാടില്ല എന്നുള്ള നിയമം കോടതി നിയമമാണ്. കോടതിയിൽ നിന്ന് പറഞ്ഞുള്ളതാണ്. ആ 9 മണി വരെ ഇതിനകത്ത് എന്ത് വേണമെങ്കിൽ കാട്ടിക്കൂട്ടാം. ഏത് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ സർവ്വ ട്രേഡുകൾ ഇവിടെ നടക്കുന്നു. കോളേജിലേക്കാന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഇറങ്ങും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നേരെ വരുന്നത് ഇതിനകത്തേക്കാണ്. ഇതിനകത്ത് കഴിഞ്ഞാൽ ഓരോ ആലിൻ്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങോട്ട് നമ്മൾ മക്കളും കൊച്ചുമക്കളൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല. അതിനെ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഓപ്പൺ സെക്സ് ഒന്ന്, പിന്നെ എന്നുണ്ടെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം, മയക്കുമരുന്നിൻ്റെ ട്രേഡ്. ആനന്ദവന സ്വാമിയുടെ സ്വീകരണത്തിന് വേദി നിഷേധിച്ചിട്ടില്ലെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചു. സ്വീകരണത്തിന് ശ്രീമൂലസ്ഥാനത്ത് സ്ഥലം അനുവദിക്കുന്നതിന് ക്ഷേത്രം തന്ത്രിയുടെ അനുമതി ആവശ്യമാണ്.
ശ്രീമൂലസ്ഥാനത്ത് താൽക്കാലിക സ്റ്റേജ് കെട്ടിയിരുന്ന് അനുഗ്രഹം നൽകുന്ന സമ്പ്രദായമില്ലാത്തതിനാൽ തന്ത്രി അനുമതി നിഷേധിച്ചു. പകരം പരിപാടി നടത്തുന്നതിന് തേക്കിൻകാട് മൈതാനിയിൽ വിവേകാനന്ദ സ്ക്വയറിൽ സ്ഥലം അനുവദിച്ചു. അപേക്ഷ തന്ന സമയത്ത് തന്നെ ശ്രീമൂലസ്ഥാനം അനുവദിക്കാൻ സാധിക്കില്ലെന്ന് അപേക്ഷകനെ അറിയിച്ചിരുന്നു. തന്ത്രിയുടെ മറുപടി കിട്ടിയ ശേഷം അപേക്ഷകനെ ഫോണിൽ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നുവെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികൃതർ പറഞ്ഞു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വാരാണസിയിലെ സ്ഥലം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ലെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വാരാണസിയിലെ സ്ഥലം നടത്തിപ്പിന് ടെൻഡർ ക്ഷണിച്ചപ്പോൾ കൂടുതൽ സംഖ്യയ്ക്ക് ടെൻഡർ പ്രകാരം സ്ഥലം അനുവദിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും ദേവസ്വം കമ്മീഷണർ വ്യക്തമാക്കി. ആധുനിക തൃശൂരിന്റെ ശില്പിയായ രാമവർമ്മ അപ്പൻ തമ്പുരാനോടുള്ള സാംസ്കാരിക കേരളത്തിന്റെ അവഗണന തുടരുന്നു. അയ്യന്തോളിൽ അപ്പൻ തമ്പുരാന് ഉചിതമായ സ്മാരകം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുവെന്ന് കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ. മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലായ ഭാസ്കര മേനോൻ എഴുതിയ നോവലിസ്റ്റും കവിയും പത്രാധിപനും സർവോപരി മലയാള സാഹിത്യ സാംസ്കാരിക ലോകത്തെ ബഹുമുഖ പ്രതിഭയുമായ രാമവർമ്മ അപ്പൻ തമ്പുരാനോടുള്ള കാലങ്ങളായുള്ള സാംസ്കാരിക നഗരിയുടെ അവഗണന തുടരുകയാണ്. 1941 നവംബർ 19 അന്തരിച്ച അപ്പൻ തമ്പുരാന് കാലം ഇത്രയായിട്ടും അനുയോജ്യമായ സ്മാരകം നിർമ്മിക്കാൻ ഇതിന്റെ ചുമതലയുള്ള കേരള സാഹിത്യ അക്കാദമിക്കോ സാംസ്കാരിക വകുപ്പിനോ സാധിച്ചിട്ടില്ല എന്നത് ഏറെ വേദനാജനകമാണ്. ഇതിനുള്ള ശ്രമങ്ങൾ കാലങ്ങളായി പല ഭാഗത്തു നിന്നും നടന്നു വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും പദ്ധതിക്കുള്ള രൂപരേഖകൾ കടലാസിൽ ഒതുങ്ങിയിരിക്കുകയാണ്. 35 സെന്റോളം ഭൂമിയും അപ്പൻ തമ്പുരാൻ കൈമാറിയിട്ടുള്ള കുറെ കെട്ടിടങ്ങളും അക്കാദമിയുടെ കയ്യിലുണ്ട്. ഇവിടെ വിശാലമായ കോൺഫറൻസ് ഹാള്, ലൈബ്രറി എന്നിവയടങ്ങിയ 5 നില സമുച്ചയം പണിയാനുള്ള ശ്രമങ്ങൾ കാലങ്ങളായി നടന്നു വരുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ സഹായം ലഭിക്കാത്തതിനാൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും ഇതിനായി കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അപ്പൻ തമ്പുരാന്റേതുപോലുള്ള ഒരു സ്ഥലവും സ്ഥാപനങ്ങളും ഇങ്ങനെ അനാഥമായി ഇടേണ്ടതല്ലെന്നുള്ള അഭിപ്രായം സാഹിത്യ അക്കാദമിക്കും തനിക്ക് വ്യക്തിപരമായും ഉണ്ടെന്നും അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ പറഞ്ഞു. അപ്പൻ തമ്പുരാന്റേതുപോലെയുള്ള ഒരു സ്ഥലവും സ്ഥാപനവും അങ്ങനെ അനാഥമായിട്ട് ഇടേണ്ടതല്ല എന്നുള്ളൊരു അഭിപ്രായം സാഹിത്യ അക്കാദമിക്കുണ്ട്. സാഹിത്യ അക്കാദമിയുടെ നിയന്ത്രണത്തിലാണ്. സാഹിത്യ അക്കാദമിയുടെ നിയന്ത്രണത്തിലാണെങ്കിലും അക്കാദമിക്ക് അതിനുവേണ്ടി പണം ചെലവഴിക്കാനുള്ള കാശൊന്നുമില്ല. ഗവൺമെൻറ് ഡിപ്പെൻഡ് ചെയ്യുന്ന സ്ഥാപനമാണ് അക്കാദമി. ഇതിന് കോടിക്കണക്കിന് ഉറുപ്പിക വേണം. ഒരു 5 നില കെട്ടിടം സ്ഥാപിക്കണമെങ്കിൽ കോടിക്കണക്കിന് ഉറുപ്പിക വേണം. ഒരു നിലക്കുള്ള പണം തരണമെന്ന് ഞങ്ങൾ എല്ലാ ആളുകളോടും ആവശ്യപ്പെടും, അഭ്യർത്ഥിക്കുകയാണ്. അത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേണ്ടി ഒരു നില വർക്ക് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നില ചെയ്യാൻ നിർബന്ധിതരായിത്തീരുമല്ലോ. അതാണ് ഞങ്ങളുടെ ഒരു ഏതായിരുന്നാലും അതങ്ങനെ അനാഥമായിട്ട് കിടക്കുന്നത് ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് കേരള സാഹിത്യ അക്കാദമിക്ക് അഭിപ്രായമില്ല, വ്യക്തിപരമായി എനിക്കുമില്ല. ഇപ്പോൾ റോഡിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന തമ്പുരാന്റെ സ്മൃതി കുടീരം കോമ്പൗണ്ടിനുള്ളിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള കാര്യവും പരിഗണിക്കാവുന്നതാണെന്നും സെക്രട്ടറി പറഞ്ഞു. സർക്കാർ നൽകുന്ന ഗ്രാന്റ് ഉപയോഗപ്പെടുത്തിയാണ് അക്കാദമി പോലുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനം. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെട്ട് തൃശൂരിൽ അപ്പൻ തമ്പുരാൻ ഉചിതമായ ഒരു സ്മാരക സമുച്ചയം നിർമ്മിക്കാൻ ആവശ്യമായ അടിയന്തര നടപടികൾ ഉണ്ടാവണമെന്നാണ് സാംസ്കാരിക നഗരിയുടെ ആവശ്യം. TCV തൃശൂർ. അസുഖബാധിതയായ വയോധികയെ മക്കൾ ഉപേക്ഷിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിയോട് കമ്മീഷൻ നിർദ്ദേശം നൽകി. മാധ്യമ വാർത്തയെ തുടർന്നാണ് നടപടി. വടക്കാഞ്ചേരി കൊടുമ്പ് പുനരധിവാസ കോളനിയിൽ താമസിക്കുന്ന തങ്കു എന്ന് വിളിക്കുന്ന കാളിയെയാണ് മക്കൾ ഉപേക്ഷിച്ചത്. മകനും മകളുമായി 2 മക്കളുണ്ടായിരുന്ന കാളി വീട്ടിൽ തനിച്ചാണ് താമസിച്ചിരുന്നത്. അസുഖബാധിതയായപ്പോൾ ചികിത്സ നൽകി മകളുടെ വീട്ടിലെത്തിച്ചെങ്കിലും വീണ് കിടപ്പിലായ കാളി കിടന്ന് മലവിസർജനം നടത്തിയെന്ന് പറഞ്ഞ് മകൾ രജനി ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്ന് പറയുന്നു. ഇഴഞ്ഞ് വീടിന് പുറത്തിറങ്ങിയ കാളിയെ വടക്കാഞ്ചേരി പോലീസിന്റെ സഹായത്താൽ വാർഡ് മെമ്പറും നാട്ടുകാരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാക്കിയിരുന്നു. ചേലക്കര അന്തിമഹാകാളൻകാവ് വേല വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി. 5 ദേശീയ കമ്മിറ്റികളും നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. നേരത്തെ ADM വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചിരുന്നു. ഇതേ തുടർന്ന് ദേശങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ മാസം 22-നാണ് അന്തിമഹാകാളൻകാവ് വേല. വൈകിട്ട് 6:30-ക്ക് ചേലക്കര ദേശവും രാത്രി 8:30-ക്ക് കുറുമല ദേശവും 22-ന് പുലർച്ചെ 1:30-ക്ക് പങ്കാളി ദേശവും 2:30-ക്ക് ചേലക്കര ദേശവും 3:30-ക്ക് വെങ്ങാനല്ലൂർ ദേശവും 4:30-ക്ക് തോന്നൂക്കര ദേശവും വെടിക്കെട്ട് നടത്തും. ഇറിഡിയം തട്ടിപ്പ് പ്രധാന പ്രതി ഹരിസ്വാമി എന്ന ഹരിദാസ് പ്രവർത്തിച്ചിരുന്നത് സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ. പെരിഞ്ഞനം കേന്ദ്രീകരിച്ച് ഹരിതം ഗ്രൂപ്പ് എന്ന പേരിൽ നിരവധി സ്ഥാപനങ്ങൾ ഇയാൾ നടത്തിയിരുന്നു.
സൂപ്പർ മാർക്കറ്റ്, നഴ്സറി, ഹോട്ടൽ പോലുള്ള സ്ഥാപനങ്ങളാണ് ഇയാൾ പെരിഞ്ഞനം കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നത്. ഹരിദാസിന്റെ നേതൃത്വത്തിൽ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്ന ഡെഡ് മണി, ഇറിഡിയം തുടങ്ങിയവയിൽ വലിയ ലാഭവിഹിതം പ്രതീക്ഷിച്ച് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി കോടിക്കണക്കിന് രൂപയാണ് നിക്ഷേപം നടത്തിയിട്ടുള്ളത്. ശ്രദ്ധ പിടിച്ചുപറ്റാനായി നിരവധി സാമ്പത്തിക സഹായ പ്രവർത്തനങ്ങളും ഹരിദാസൻ നടത്തിയിരുന്നു. നേരത്തെ ഇയാൾ സമാന തട്ടിപ്പിന് എറണാകുളം ജില്ലയിൽ അറസ്റ്റിലായതായി സൂചനയുണ്ട്. അതേസമയം ഇറിഡിയം തട്ടിപ്പിൽ പ്രവാസികളും രാഷ്ട്രീയ നേതാക്കളും ഇരയായിട്ടുണ്ടെന്ന വിവരവും പുറത്തുവന്നു. തട്ടിപ്പിനിരയായവർ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നു. പണം നഷ്ടപ്പെട്ടവർ വിവിധ സ്റ്റേഷനുകളിലായി അടുത്ത ദിവസങ്ങളിലായി പരാതി നൽകും. തൃശൂർ, പാലക്കാട്, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലുള്ളവരും ഇതര സംസ്ഥാനങ്ങളിലുള്ളവരും തട്ടിപ്പിനിരയായിട്ടുണ്ട്. ഇഡിക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകാനാണ് പണം നഷ്ടപ്പെട്ടവരുടെ നീക്കം. പുലിഭീതി നിലനിൽക്കുന്ന ചിറങ്ങര മംഗലശ്ശേരിയിൽ വനംവകുപ്പ് കെണിക്കൂട് സ്ഥാപിച്ചു. കോതമംഗലത്തു നിന്നെത്തിച്ച കൂടാണ് കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടെന്ന് പറയുന്ന റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ പറമ്പിൽ സ്ഥാപിച്ചത്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് സ്റ്റേഷനിലുള്ള മറ്റൊരു കൂട് അറ്റകുറ്റപ്പണികൾ തീർത്ത് ചിറങ്ങരയിലേക്ക് കൊണ്ടുവരും. ഇതിനിടെ പലയിടത്തും ബുധനാഴ്ച രാത്രി പുലിയെ കണ്ടതായി അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ചിറങ്ങര മേഖലയിൽ സ്ഥാപിച്ചിരിക്കുന്ന നിരീക്ഷണ ക്യാമറകൾ വീണ്ടും വനംവകുപ്പ് പരിശോധിക്കും. 5 ഇടത്താണ് ക്യാമറകൾ വെച്ചിരിക്കുന്നത്. കോടശ്ശേരി രണ്ടുകൈ വാരംകുഴിയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. 2 ആനകളാണ് വീട്ടുകാരുടെ പറമ്പുകളിലെത്തിയത്. ജോസ് കൈതാരത്ത്, ലൂയിസ് എന്നിവരുടെ കവുങ്ങുകളും മറ്റ് കാർഷിക വിളകളും കാട്ടാനകൾ നശിപ്പിച്ചു. തൃശൂർ പൂരം പ്രദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. വൈകിട്ട് 5:30-ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ വകുപ്പുകളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെ 70ഓളം പവലിയനുകൾ പ്രദർശനത്തിനുണ്ടാകും. കൂടാതെ 180 വാണിജ്യ പവലിയനുകളും ഇത്തവണ ഉണ്ടാകും. മെയ് അവസാനം വരെ പൂരം പ്രദർശനം തുടരും. മെയ് 6-നാണ് തൃശൂർ പൂരം. മിണാലൂർ തിരുത്തിപ്പറമ്പിൽ അച്ഛനെയും മകനെയും വീട് കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ തിരുത്തിപ്പറമ്പ് പ്ലാപ്പറമ്പിൽ രതീഷ് എന്ന മണികണ്ഠൻ, അരവൂർ സ്വദേശി ശ്രീജിത്ത് എന്നിവരെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുത്തിപ്പറമ്പ് പുളിയമ്പാട്ട് വീട്ടിൽ മോഹനൻ, മകൻ ശ്യാം എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം വീട് കയറി പ്രതികൾ ആക്രമിച്ചത്. മദ്യലഹരിയിലാണ് പ്രതികൾ ആക്രമണം നടത്തിയതെന്ന് പരിക്കേറ്റവർ മൊഴി നൽകിയിട്ടുണ്ട്. ഇരുവരെയും നാട്ടുകാർ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ മോഹനനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ചേറ്റുവ കടവിൽ കല്ലുമക്കായ വിൽപ്പനയുടെ മറവിൽ ഹാഷിഷ് ഓയിൽ വിൽപ്പന നടത്തിയ യുവാവിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഏങ്ങണ്ടിയൂർ സ്വദേശി വെങ്കിടി വീട്ടിൽ അഖിനെയാണ് വാടാനപ്പള്ളി SHO BS ബിനു, സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റാഫി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാജ്കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ സുനീഷ് എന്നിവരും ഹാഷിഷ് ഓയിൽ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പെരിങ്ങോട്ടുകരയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി മധ്യവയസ്കനെ പിടികൂടി. ഉത്തർപ്രദേശ് സ്വദേശി പപ്പു ആണ് പിടിയിലായത്. 145 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. അന്തിക്കാട് സബ് ഇൻസ്പെക്ടർ T അഭിലാഷ്, സിവിൽ പോലീസ് ഓഫീസർ ജിനേഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പീച്ചി വില്ലേജിലെ ഒളകര ആദിവാസി ഊരിലെ 44 കുടുംബങ്ങളിനി 1.5 ഏക്കർ വനഭൂമിയുടെ അവകാശികൾ. 70 വർഷമായി താമസിക്കുന്ന ഭൂമിയുടെ അവകാശത്തിനായി 1/4 നൂറ്റാണ്ടോളമായുള്ള പോരാട്ടത്തിന് പരിഹാരം. പീച്ചി ഡാമിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 1957 മുൻപേ വനത്തിൽ താമസിച്ചിരുന്ന മലയൻ വിഭാഗത്തിലുള്ളവർ കുടിയൊഴിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് ഒളകരയിലെത്തപ്പെട്ട 44 കുടുംബങ്ങൾക്ക് ശനിയാഴ്ച പട്ടയം വിതരണം ചെയ്യുന്നതോടെയാണ് അവർ 1.5 ഏക്കർ ഭൂമിയുടെ അവകാശികളായി മാറുക. തലമുറകളായി ജീവിച്ചു പോരുന്ന ഭൂമിയുടെ അവകാശത്തിനായി 44 കുടുംബങ്ങൾ അധികാരികൾക്ക് മുൻപിൽ 1/4 നൂറ്റാണ്ടോളമായി കയറി ഇറങ്ങുകയായിരുന്നു. 2005-ൽ വനാവകാശ നിയമം നിലവിൽ വന്നതോടെ 4 ഏക്കർ വീതം കൃഷിഭൂമി എന്ന ആവശ്യം ഉയർന്നു. 1 ഏക്കർ വീതമെങ്കിലും കിട്ടണമെന്ന ആവശ്യവുമായി പിന്നെയും ഒളകരയിലെ കുടുംബങ്ങൾ പോരാട്ടം തുടർന്നു. സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ 48 കേസുകളാണ് ആദിവാസികൾക്കെതിരെ ചുമത്തപ്പെട്ടത്. വനഭൂമിയിൽ മഞ്ഞൾ നട്ടെന്ന് ആരോപിച്ചു പോലും കേസെടുത്തു.
വനാവകാശ നിയമപ്രകാരം പ്രശ്നം പരിഹരിക്കുന്നതിനായി സർക്കാർ തലത്തിൽ ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും പരിഹാരമായിരുന്നില്ല. റവന്യൂ, സർവേ, ട്രൈബൽ, വനം വകുപ്പുകളെ ചേർത്ത് വിഷയം വിശദമായി പഠിച്ച് ക്രിയാത്മകമായി സർക്കാരിൻ്റെ ഇടപെടലുണ്ടായതോടെ കൈവശഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ഓരോ കുടുംബത്തിനും 1.5 ഏക്കർ കൈവശഭൂമിക്ക് വനാവകാശ രേഖ നൽകുന്നതിന് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയായിരുന്നു. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പും തുടർന്നുള്ള കെ രാജൻ MLA യുടെ ഇടപെടലുകളുമാണ് തങ്ങളെ 1.5 ഏക്കറിൻ്റെ അവകാശികളാക്കാൻ ഇടയാക്കിയതെന്ന് തൃശ്ശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒളകര ഊരുമൂപ്പത്തി മാധവി കുട്ടപ്പൻ പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ട് ഒളകര ഉന്നതിയിൽ നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ പട്ടയ വിതരണം നിർവഹിക്കും. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, OR കേളു, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ജനപ്രതിനിധികൾ, ഉന്നതോദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൈദ അബൂബക്കർ, സുനിൽ വാണിയമ്പാറ എന്നിവരും പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. കോലഴിയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. മിനി ലോറി ടോറസിലിടിച്ച് നിയന്ത്രണം തെറ്റി കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂർ ഭാഗത്തുനിന്ന് വടക്കാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന പട്ടാമ്പി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിലേക്കാണ് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചു കയറിയത്. അപകടത്തിൽ കാർ ഭാഗികമായി തകർന്നു. കാറിലുണ്ടായിരുന്ന പട്ടാമ്പി സ്വദേശികളായ 5 പേർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇനി TCV ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. ലഹരിയുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് വരുന്ന വാർത്തകളെല്ലാം വളരെ സങ്കടകരമായ കാര്യമാണെന്നും സമൂഹത്തിലുണ്ടാകുന്ന ക്രൈമുകൾക്ക് പിന്നിൽ മയക്കുമരുന്നും മദ്യവും പോലുള്ള ലഹരി വസ്തുക്കളുടെ അമിത ഉപയോഗമാണെന്നും കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ. കുട്ടികളെ സാമൂഹിക ബോധമുള്ളവരായി വളർത്തുന്നില്ലെന്നും കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയും യുവാക്കളിലും കുട്ടികളിലും ലഹരി ഉപയോഗം വർദ്ധിക്കാൻ ഇടയാക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അടുത്ത കാലത്ത് കാണുന്ന വാർത്തകളൊക്കെ തന്നെ വളരെയേറെ സങ്കടകരമായ കാര്യങ്ങളാണ്. ഒട്ടുമിക്കവാറും സമൂഹത്തിലുണ്ടാകുന്ന ക്രൈമുകളുടെയും പിന്നിൽ മയക്കുമരുന്ന്, അതുപോലെ തന്നെ ചില ഇനം മദ്യങ്ങളും ഇതൊക്കെ സംഗതികളൊക്കെ തന്നെ അതിൽ പങ്കുവയ്ക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് മയക്കുമരുന്നിനെ മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും പോലീസ് നടപടിയൊക്കെ തന്നെ മയക്കുമരുന്നിനെതിരായിട്ടാണ് ഉണ്ടാവേണ്ടത്. മയക്കുമരുന്ന്, അതുപോലെ തന്നെ അനധികൃത മദ്യം, അതുപോലെ തന്നെ മറ്റ് അധികൃത മദ്യം തന്നെ യുവാക്കൾ ഉപയോഗിക്കുന്നതിന് നിരുത്സാഹപ്പെടുത്തുക, അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഉപഭോഗം ക്രമപ്പെടുത്താനും ഒക്കെ തന്നെയുള്ള ശ്രമങ്ങളും അതിനെതിരായിട്ടുള്ള അവബോധമൊക്കെ തന്നെ വേണം. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് സമൂഹം വളരെ ജാഗ്രത പാലിക്കണം. നമ്മുടെ വിദ്യാലയങ്ങൾ, നമ്മുടെ ക്ലാസ് മുറികൾ, നമ്മുടെ വായനശാലകൾക്ക് വലിയ പങ്ക് വഹിക്കാൻ പറ്റും. സാഹിത്യത്തിന്, കലയ്ക്ക്, നാടകങ്ങൾക്ക്, സിനിമയ്ക്കൊക്കെ തന്നെ വലിയ പങ്ക് വഹിക്കാൻ കഴിയും. അപ്പോൾ ഒരു മുതിർന്ന പുതിയ തലമുറയെ ഉപദേശിച്ചിട്ടൊന്നും നടക്കാൻ പറ്റില്ല. സ്വന്തം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ അനുകരിക്കുന്ന അച്ഛനെയാണ്. ഇപ്പോൾ സമൂഹത്തിൽ ആരാണ് ഇപ്പോൾ മദ്യപിക്കാത്ത ആൾക്കാർ? അപ്പോൾ അതൊക്കെ കുട്ടികൾ കാണുന്നില്ലേ? അവർക്കിപ്പോൾ മദ്യം പോരാ, അവർ മയക്കുമരുന്നിലേക്ക് പോകുന്നു. അച്ഛൻ മദ്യപിക്കുന്നു, ശരി, അപ്പം മകൻ മയക്കുമരുന്നിലേക്ക് പോകുന്നു. കുട്ടികളുടെ സമൂഹത്തിന് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ആരും കൊടുക്കുന്നില്ല. സ്വാർത്ഥന്മാരാക്കുക കുട്ടികളെ. സ്വയം സുഖിക്കുന്നവരും സ്വയം ആഹ്ലാദിക്കുന്നവരും ഈ ലോകം മുഴുവൻ തനിക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ബോധമാണ് കുട്ടികൾക്കുള്ളത്. മറിച്ചാണ് കുട്ടികൾ ധരിക്കേണ്ടത്. ഈ ലോകത്തിന് വേണ്ടിയാണ് നമ്മൾ എന്നാണ് കുട്ടി ധരിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ മുതിർന്നവരുടെ ഭാഗത്തു നിന്നും സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ നിന്നും രാജ്യത്തിൻ്റെ നേതൃത്വത്തിൽ നിന്നും ഒക്കെ തന്നെ കുട്ടികൾക്ക് തെറ്റായ സന്ദേശങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതും കൂടി തിരുത്തിയാൽ മാത്രമേ ആത്യന്തികമായിട്ട് ഈ മദ്യപാനത്തിലേക്കും മയക്കുമരുന്നിലേക്കും അതുപോലെ തന്നെ മാരകമായ ലഹരിയിലേക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്രിമിനൽ പ്രവണതകളിലേക്കും ഒക്കെ തന്നെ കുട്ടികളും യുവാക്കളും ചെന്നുപെടാതിരിക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ കമ്പനിയുടെ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് 4 ഇരട്ടി ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് 3 ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതികൾ പിടിയിൽ. ബത്തേരി മാടക്കര നല്ലമുല്ലിച്ചിക്കൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി, കൈപ്പാഞ്ചേരി പുത്തൻപുരയ്ക്കൽ വീട്ടിൽ മുഹമ്മദ് റാഫി, കുപ്പാടി കൈപ്പഞ്ചേരി പുൽപ്പറമ്പിൽ വീട്ടിൽ അബ്ദുൽ ഗഫൂർ എന്നിവരെയാണ് വരന്തരപ്പള്ളി പോലീസ് വയനാട്ടിൽ നിന്ന് പിടികൂടിയത്. മണ്ണമ്പേട്ട സ്വദേശി ചിറ്റിലപ്പള്ളി വീട്ടിൽ ഷിൻഡോയുടെ 3,16,759 രൂപ തട്ടിയെടുത്തെന്ന പരാതിയിലായിരുന്നു അറസ്റ്റ്. വരന്തരപ്പള്ളി SHO KN മനോജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബൈജു, മുരുകദാസ്, ജിനു, പ്രസീത എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. HMS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രി കെ രാജന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓൾ കേരള മാർബിൾ ആൻഡ് ടൈൽ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് MN സുരേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. HMS തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡേവിസ് വില്ലടത്തുകാരൻ അധ്യക്ഷത വഹിച്ചു.
ജില്ലാ ജനറൽ സെക്രട്ടറി KS ജോഷി, രാഹുൽ V നായർ, G ഷാനവാസ്, ചന്ദ്രബോസ്, KC കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു. കോസ്റ്റ്ഫോർഡിന്റെയും C അച്യുതമേനോൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ TR ചന്ദ്രദത്ത് അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. വളരെ സമർപ്പിത മനസ്കനായ സാമൂഹ്യ പ്രവർത്തകനും വ്യക്തമായ ഇടതുപക്ഷ സാമൂഹ്യ അവബോധം ജീവിതാവസാനം വരെ ഉയർത്തിപ്പിടിച്ചയാളുമായിരുന്നു ദത്തുമാഷെന്ന് KV അബ്ദുൽ ഖാദർ പറഞ്ഞു. സാഹിത്യ നിരൂപകൻ ഡോക്ടർ PV കൃഷ്ണൻ നായർ അധ്യക്ഷനായി. ഡോക്ടർ K രഘുരാമൻ അനുസ്മരണ പ്രഭാഷണവും ഡോക്ടർ KL ഹരിലാൽ സ്മാരക പ്രഭാഷണവും നിർവഹിച്ചു. ദത്തുമാഷിന്റെ സഹോദരൻ TR അജയൻ, ഡോക്ടർ MN സുധാകരൻ, KB രാമൻ, PP രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിബദ്ധതയുണ്ടായിരുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനം വളരെ കുറവ് 40 ലക്ഷം രൂപ ചെലവിട്ട് നടത്തുന്ന കടവല്ലൂർ കൊള്ളഞ്ചേരി തോടിന്റെ നവീകരണം അവസാന ഘട്ടത്തിലെത്തി. തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന വിധം നിറഞ്ഞു കിടന്നിരുന്ന ചെളിയും മാലിന്യങ്ങളും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റി. തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിലായി 7 കിലോമീറ്റർ നീളത്തിൽ പരന്നുകിടക്കുന്ന കൊള്ളഞ്ചേരി തോട്ടിൽ കടവല്ലൂർ ഭാഗത്ത് മാത്രമാണ് നവീകരണം നടത്തുന്നത്. ഇപ്പോൾ നടത്തുന്ന പ്രവൃത്തികൾ കൊണ്ട് അടുത്ത സീസണിലെ നെൽകൃഷിക്ക് പൂർണ്ണതോതിൽ പ്രയോജനം ലഭിക്കാൻ സാധ്യതയില്ലെന്നും മറ്റു ജില്ലകളിലൂടെ കടന്നുപോകുന്ന ഭാഗങ്ങൾ കൂടി നവീകരിച്ചാൽ മാത്രമേ തോട്ടിലെ ജലസംഭരണം ഫലപ്രദമാകൂ എന്നും കർഷകർ പറയുന്നു. തോടിന്റെ ഒരു ഭാഗത്ത് മാത്രം ആഴം കൂടുകയും മറ്റു ഭാഗങ്ങളിൽ ഒഴുക്ക് തടസ്സപ്പെടുകയും ചെയ്യുന്നത് വിപരീത ഫലം ഉണ്ടാക്കുമോ എന്ന ആശങ്ക കർഷകർക്കുണ്ട്. മലപ്പുറം ജില്ലയിലെ ഭാഗങ്ങൾ നവീകരിക്കാൻ ആലങ്കോട് പഞ്ചായത്ത് പദ്ധതി ഇട്ടിരുന്നെങ്കിലും ഇതുവരെ നടപ്പായിട്ടില്ല. മേഖലയിലെ 1000 ഏക്കറോളം വരുന്ന നെൽകൃഷി നിലനിർത്താൻ തോട് നവീകരണമടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ 4 വർഷം മുൻപ് തോട്ടിലിറങ്ങി നിന്ന് സമരം നടത്തിയിരുന്നു. MLA-മാരായ AC മൊയ്തീൻ, P നന്ദകുമാർ എന്നിവർ കർഷകരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ വലിയ തോതിൽ തോട് നവീകരണം നടത്താമെന്ന ഉറപ്പിലാണ് സമരം പിൻവലിച്ചത്. പിന്നീട് 2 വർഷത്തോളം ഒന്നുമുണ്ടായില്ല. പിന്നീടുള്ള 3 വർഷങ്ങളിലും വരൾച്ച മൂലം കൃഷി നശിച്ചിരുന്നു. കഴിഞ്ഞ വർഷം പദ്ധതിക്ക് തുടക്കമിട്ടെങ്കിലും പൂർത്തിയായിരുന്നില്ല. TCV ന്യൂസ്, കുന്നംകുളം. കോലഴി ഡോക്ടർ പടി സ്വദേശി പുന്നോക്കാരൻ രാജന്റെ കുടുംബം ജപ്തി ഭീഷണി നേരിടുന്നു. ചേലക്കോട്ടുകര മുസ്പെറ്റ് ബാങ്കിൽ നിന്ന് 2016-ൽ 30 ലക്ഷം രൂപ രാജൻ ലോൺ എടുത്തിരുന്നു. 1 വർഷം മാത്രമാണ് പണം തിരിച്ചടയ്ക്കാനായത്. നിലവിൽ പലിശയടക്കം 57 ലക്ഷത്തോളം രൂപ രാജൻ ബാങ്കിൽ അടയ്ക്കാനുണ്ട്. ഭാര്യ ഉപേക്ഷിച്ചു പോയ രാജനും 2 മക്കളുമാണ് ഇപ്പോൾ ജപ്തി ഭീഷണി നേരിടുന്നത്. രാജന്റെ 14 വയസ്സുള്ള മകൾക്ക് 2 കണ്ണും കാണില്ല, സംസാരശേഷിയുമില്ല. മകൻ പഠനം പൂർത്തിയാക്കി ജോലിക്ക് കാത്തിരിക്കുകയാണ്. കണ്ണു കാണാത്ത മകളെ നോക്കാനുള്ളതിനാൽ രാജന് പണിക്കും പോകാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. ഇതിനിടയിലാണ് ബാങ്കുകാർ വീട് ജപ്തി ചെയ്തു എന്ന് കാണിച്ച് ബാനർ കെട്ടിപ്പോയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് രാജനും മക്കളും. ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തു കഴിഞ്ഞാലേ ഞങ്ങൾ പിന്നെ പൈസ അടയ്ക്കാനുള്ള കേസല്ലേ. അപ്പം ഞങ്ങളുടെ നിയമം ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. ചെയ്തോളാൻ പറഞ്ഞു. അളക്കണേ അളന്നോന്ന് പറഞ്ഞു. അളന്നു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിലേക്ക് എല്ലാം പറഞ്ഞ് ബാക്കിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവർ 2 പേര് ഇവിടെ ബോർഡ് വെച്ച് കെട്ടി. ബോർഡ് വെച്ച് കെട്ടിയപ്പോൾ ഞാൻ വന്ന് നോക്കി, ഫ്രണ്ടിൽ നിന്ന് വന്ന് നോക്കിയപ്പോൾ എന്തെങ്കിലും ബോർഡ് വെച്ച് ബോർഡ് വെക്കരുത്, ബോർഡ് വെച്ചാൽ എനിക്ക് കച്ചവടം നടക്കില്ല, അത് ഞാൻ എങ്ങനെയും വിറ്റിട്ട് പൈസ അടയ്ക്കാമെന്നാണ് എൻ്റെ ഉദ്ദേശം, അത് നടക്കണമെങ്കിൽ നിങ്ങൾ ബോർഡ് അയക്കാമെന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ നിയമം ഞങ്ങൾ ചെയ്യും, അത് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കും, ബോർഡ് വയ്ക്കും. അപ്പോൾ ഞാൻ വല്ല ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അതൊന്നും നമ്മുടെ പ്രശ്നങ്ങളല്ല, ഞങ്ങൾ കുറേ കേട്ടുള്ളതാണ്. ഞങ്ങൾ ആത്മഹത്യ ചെയ്യേ, ബാക്കിയൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് കണ്ണ് കാണാത്തൊരു കൊച്ചാണ്, സംസാരശേഷിയില്ലാത്ത കൊച്ചാണ്, അതിന് നോക്കിയിരിക്കണ്. എനിക്ക് 62 വയസ്സായി. എനിക്ക് കിടാവിനെ നോക്കാണ്ട് വേറൊരാളെ പോലും ഏൽപ്പിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. എനിക്ക് വരായായിട്ടൊന്നുമില്ല. അങ്ങനെയുള്ളൊരു കാര്യത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പല ആൾക്കാരുടെ സഹായവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ മോൾക്കൊരാവത്തും വരാണ്ട് നല്ലൊരു സ്ഥലത്ത് എനിക്കാക്കി എനിക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന ഭരണിക്കാലം വരവായി. തിരക്കിനെ ഉൾക്കൊള്ളാൻ നഗരത്തിനാകുമോ എന്ന ആശങ്കയിൽ അധികൃതർ. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഭക്തസംഘങ്ങൾ വന്നെത്തുന്ന അശ്വതി ഉൾപ്പെടെയുള്ള ഭരണി ആഘോഷ നാളുകളിൽ നഗരം അക്ഷരാർത്ഥത്തിൽ സ്തംഭിക്കുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. നേരത്തെ പൊതുഗതാഗത സംവിധാനങ്ങളെയാണ് ഭരണി തീർത്ഥാടകർ ആശ്രയിച്ചിരുന്നത്.
എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ബഹുഭൂരിപക്ഷം പേരും സ്വന്തം വാഹനങ്ങളിലാണ് എത്തുന്നത്. ടൂറിസ്റ്റ് ബസ്സുകളിൽ ഉൾപ്പെടെ എത്തുന്നവർ തങ്ങളുടെ വാഹനങ്ങൾ നഗരത്തിൽ പലയിടങ്ങളിലായി നിർത്തിയിടുകയാണ് പതിവ്. സമീപ വർഷങ്ങളിൽ ഭരണിക്കാലത്ത് ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് വാഹന പാർക്കിങ്ങിനായി ഉപയോഗിച്ചു വന്നിരുന്നു. അതിനാൽ ഗതാഗതക്കുരുക്കിന് നേരിയ ശമനമുണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തവണ ദേശീയപാത 66ന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഇവിടെ പാർക്കിങ്ങിനായി ഉപയോഗിക്കാനാകില്ല. നഗരത്തിലെ റോഡുകളിലെല്ലാം തന്നെ ഭക്തസംഘങ്ങൾ തിങ്ങി നിറയുമെന്നതിൽ ബൈപ്പാസിലെ സർവീസ് റോഡുകൾ മാത്രമാണ് ഗതാഗതത്തിന് ഉപകരിക്കുക. തീർത്ഥാടകരുടെ വാഹനങ്ങൾ വന്നു ചേരുന്നതോടെ നഗരം സൂചി കുത്താൻ ഇടമില്ലാത്ത അവസ്ഥയിലാകും. വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അടിയന്തരമായി നഗരസഭയും പോലീസും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളെല്ലാം അടിയന്തരമായി യോഗം ചേർന്ന് എത്രയും പെട്ടെന്ന് എവിടെ വാഹനം പാർക്ക് ചെയ്യും. ആ ദിവസങ്ങളിൽ വരുന്ന ഭക്തജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടും. ഭക്തജനങ്ങൾ മാത്രമല്ല, കൊടുങ്ങല്ലൂരിലൂടെ കടന്നു പോകുന്ന മുഴുവൻ യാത്രക്കാരും വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോവുകയാണ്. കാരണം വ്യക്തമായിട്ട് ഈ പ്രദേശത്തുള്ള നമ്മൾക്കെല്ലാം നിരന്തരം വളരെ വർഷങ്ങളായി അനുഭവിക്കുന്നതാണ് ഈ ഭരണി നാളിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം. അപ്പോൾ അത് വളരെയേറെ ബുദ്ധിമുട്ടിലേക്കാണ് കടന്നു പോകുന്നത്. ഭരണി ആഘോഷവുമായി ബന്ധപ്പെട്ട് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൂടി വാഹന സഞ്ചയത്തെ എവിടെ ഉൾക്കൊള്ളിക്കുമെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിക്കുന്നില്ല. പ്രശ്നത്തെ ഗൗരവമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അശ്വതിക്കാവ് തേണ്ടൽ നടക്കുന്ന ദിവസം നഗരം സ്തംഭിക്കുമെന്ന സ്ഥിതിയിലാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ തൃശൂർ മേഖലാ സമ്മേളനം തൃശൂരിൽ നടന്നു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷമീർ നൈസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് യു സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ബാലൻ കല്യാണി, ജില്ലാ ട്രഷറർ അബ്ദുൽ അസീസ്, മേഖലാ കോർഡിനേറ്റർ ചന്ദ്രബോസ് തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. തൃശൂർ ജില്ലയിൽ കൂടുതൽ വിപുലീകരണവുമായി ഇഞ്ചിയോൺ കിയ. തൃശൂർ ശക്തൻ നഗറിൽ ഇഞ്ചിയോൺ കിയയുടെ പുതിയ സെയിൽസ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു. മേയർ MK വർഗീസ്, ഇഞ്ചിയോൺ കിയ മാനേജിംഗ് ഡയറക്ടർ നയീം ഷാഹുൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ശക്തൻ നഗറിൽ ആലപ്പാട്ട് ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന സെയിൽസ് ഔട്ട്ലെറ്റ് ഇഞ്ചിയോൺ കിയയുടെ 20ാമത്തെ ഫെസിലിറ്റിയാണ്. കിയ ഗ്ലോബൽ ബെസ്റ്റ് ഡീലർഷിപ്പ് അവാർഡ് കരസ്ഥമാക്കിയ കിയയുടെ ഡീലറാണ് ഇഞ്ചിയോൺ കിയ. ഓരോ ഉപഭോക്താവിനും ഏറ്റവും അരികിൽ മികവുറ്റ സേവനങ്ങൾ എത്തിക്കുന്നതിലുള്ള ഇഞ്ചിയോൺ കിയയുടെ പ്രതിബദ്ധത പുതിയ ഔട്ട്ലെറ്റിലൂടെ തുടരുമെന്ന് ഇഞ്ചിയോൺ കിയ മാനേജിംഗ് ഡയറക്ടർ നയീം ഷാഹുൽ പറഞ്ഞു. നിലവിൽ തൃശൂർ ജില്ലയിലെ വാടാനപ്പള്ളി, മരത്താക്കര എന്നിവിടങ്ങളിലെ ഇഞ്ചിയോൺ കിയ ഫെസിലിറ്റികളിൽ സെയിൽസ് സർവീസ് സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കും. വാഹനങ്ങളുടെ സർവീസിനായി ശക്തൻ നഗറിലെ ഇഞ്ചിയോൺ കിയ ഷോറൂമിൽ പിക്കപ്പ് പോയിന്റും ഒരുക്കിയിട്ടുണ്ട്. കിയയുടെ തൃശ്ശൂർ ജില്ലയിലെ 4ാമത്തെ ഷോറൂമാണ് നമ്മൾ ശക്തൻ നഗറിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നമുക്ക് കിയയുടെ എല്ലാവിധ മോഡലുകളും ഇവിടെ ലഭ്യമാണ്. തൃശ്ശൂർ നമുക്ക് കിയയ്ക്ക് ഏകദേശം 5000-ലും മേലെ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് നമുക്ക് കിയ കാറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും നല്ലൊരു സർവീസ് കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷൻ തന്നെ. കൂടുതൽ വിവരങ്ങൾക്കും ടെസ്റ്റ് ഡ്രൈവ് ബുക്കിംഗിനും ബന്ധപ്പെടുക 8111 879111. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8310 രൂപ, പവന് 66,480 രൂപ. വെള്ളി ഗ്രാമിന് 112 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3483 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗ് 3ാം ഘട്ടം പൂർത്തിയായി. കൊക്കാല മുതൽ വെളിയന്നൂർ ജംഗ്ഷൻ വരെയുള്ള ഭാഗം വെള്ളിയാഴ്ച ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതിക്ക് സ്വീകരണം നൽകാൻ ക്ഷേത്ര പരിസരം വിട്ടു നൽകാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ പാർക്കിംഗിനെത്തിയ വാഹനങ്ങൾ തടഞ്ഞ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ. ആനന്ദവന സ്വാമിയുടെ സ്വീകരണത്തിന് വേദി നിഷേധിച്ചിട്ടില്ലെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ്.
രാമവർമ്മ അപ്പൻ തമ്പുരാനോടുള്ള സാംസ്കാരിക കേരളത്തിന്റെ അവഗണന തുടരുന്നു. അപ്പൻ തമ്പുരാന്റെ സ്മൃതി കുടീരം കോമ്പൌണ്ടിനുള്ളിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നത് പരിഗണനയിലെന്ന് കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ. വടക്കാഞ്ചേരിയിൽ അസുഖബാധിതയായ വയോധികയെ മക്കൾ ഉപേക്ഷിച്ച സംഭവം മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് കമ്മീഷന്റെ നിർദ്ദേശം. ചേലക്കര അന്തിമഹാകാളങ്കാവ് വേല വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി. 5 ദേശ കമ്മിറ്റികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇറിഡിയം തട്ടിപ്പിൽ ഇരകളായി പ്രവാസികളും. മുഖ്യപ്രതി ഹരിസ്വാമി പ്രവർത്തിച്ചത് സാമൂഹ്യ പ്രവർത്തകനെന്ന വ്യാജേന. പുലിഭീതി നിലനിൽക്കുന്ന കൊരട്ടി ചിറകര മംഗലശ്ശേരിയിൽ വനംവകുപ്പ് കെണിക്കൂട് സ്ഥാപിച്ചു. കോടശ്ശേരി 2 കൈ ബാരൻകുഴിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.